അങ്ങനെ മറ്റൊരു വിഷുവും കൂടെ വന്നെത്തിയില്ലേ. ഇത് ഞങ്ങളുടെ വീട്ടിലെ വിഷു ഒരുക്കങ്ങളാണ് കേട്ടോ. തലേ ദിവസം തന്നെ കണി ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. കാശിക്കൂട്ട് നേരത്തെ കിടന്നുറങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സമാധാനത്തോടെ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ചാരു അതിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഉള്ള പരിപാടികളായിരുന്നു കേട്ടോ. അത് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കണമായിരുന്നു. അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികളായിട്ട് ഞാൻ ബിസി ആയിപ്പോയി. അപ്പോൾ അവൾ കണ്ണനെയൊക്കെ ഒരുക്കി അതിനുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ഓരോരോ സാധനങ്ങൾ ഓരോ നാട്ടിലേക്ക് എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും കണി ഒരുക്കത്തിൽ. നമ്മൾ പണ്ട് തൊട്ട് തറവാട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ ഒരുക്കാറുള്ള ആ ഒരു രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. കാരണം നമുക്കതെല്ലാം അറിയുള്ളൂ. നമുക്ക് നമ്മുടെ അമ്മ വീട്ടിലുണ്ടാക്കി തരാറുള്ളത് ആ ഒരു ഓർമ്മയിലാണല്ലോ ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് അന്ന് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മളെല്ലാ കാര്യം ചെയ്യാറുള്ളത്. അങ്ങനെ ഈ വർഷവും നമ്മൾ അതുപോലെ തന്നെയാട്ടോ ചെയ്യുന്നത്. ആദ്യം എല്ലാ പതിവ് പോലെ തന്നെ കണിവെള്ളരി, ചക്ക, പൈനാപ്പിള്, വാഴപ്പഴം, മാമ്പഴം, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം ഒന്നും ഫ്രൂട്ട്സൊന്നും എല്ലാം ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് മാത്രമായിരുന്നു കേട്ടോ ഇത്തവണത്തെ വിഷുക്കണി. എന്നാലും നമ്മൾ ഒരുപാട് ഹാപ്പിയാണ്, ഗ്രേറ്റ്ഫുൾ. കാരണം ഈ ഒരു മൊമെൻറ്റിന് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ കാത്തിരിക്കും. വിഷു എന്നൊക്കെ പറയുന്നത് ശരിക്കും എന്താ പറയുക, ഭയങ്കരമായിട്ട് നല്ല ഓർമ്മകൾ തന്ന ഒരു വിശേഷമാണ്. ആ ഒരു ഓർമ്മകളിൽ കൂടെ തന്നെ സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ വിഷു അടുക്കുന്ന ഓരോ ദിവസങ്ങളും വെയിറ്റ് ചെയ്യുന്നത്. പണ്ട് എങ്ങനെയായിരുന്നു, പണ്ട് തറവാട്ടിൽ കണി ഒരുക്കിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ അതൊക്കെ ഓർത്ത് തന്നെ കേട്ടോ ഓരോ ദിവസവും ഞങ്ങൾ അതായത് വിഷു അടുക്കുന്ന ഓരോ ദിവസങ്ങളിലും കണി ഒരുക്കുന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും ഓർമ്മ വരും. കാരണം ഇപ്പോൾ ഞാനും ഓളും തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ മാത്രമായിട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ള ആ ഒരു കാര്യങ്ങൾ അപ്പ അമ്മയൊക്കെ ഉണ്ടായിരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ അന്ന് തറവാട്ടിൽ പോവും എല്ലാവരും. ശരിക്കും ആളും ആരോ ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് മാറി വളരെ സൈലൻ്റായിട്ട് നമ്മൾ മാത്രമായിട്ടുള്ള ആ ഒരു സമയത്തേക്ക് മാറുമ്പോഴത്തേക്കും ശരിക്കും വല്ലാത്ത ഒരു പെയിൻ ഫീൽ ചെയ്യാറുണ്ട്. എന്തൊക്കെ പറഞ്ഞാൽ അച്ഛനും അമ്മയും ഉള്ള കാലത്തോളം മാത്രമേ നമുക്ക് എല്ലാവരും ഉള്ളൂ എന്നുള്ള തിരിച്ചറിവ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഇപ്പം നമുക്ക് ഒന്നിനെക്കുറിച്ചും പരാതിയൊന്നുമില്ല. പിന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ആ ഒരു അവസ്ഥ കൊണ്ടല്ലേ. അതുകൊണ്ട് നമ്മളതൊക്കെ ഇതും കടന്നു പോകും എന്നാണല്ലോ. കാലമിനിയും ഉരുളും, വിഷു വരും വർഷം വരും തിരുവോണം വരും എന്നാണല്ലോ. അപ്പോൾ അതുപോലെ ഇനിയും വരും വിഷു, ഇനിയും വരും തിരുവോണം. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ മാറും. അങ്ങനെയുള്ളൊരു ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഓരോ വിഷു പുലരെയും കണി കാണുന്നത്. ഈ ഒരു വിഷുക്കാലം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താ പറയുക, പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും പ്രയത്നങ്ങളും ഒക്കെ കൂടി ചേർന്ന് അതിനെല്ലാത്തിനും വിജയം കാണാൻ സാധിക്കുന്ന നല്ലൊരു വിഷുക്കാലം എൻ്റെ ഈ കുടുംബത്തിന് ഞാൻ ആശംസിക്കുകയാണ്. ഇപ്പം എന്താ പറയുക, ഇതൊക്കെ യൂട്യൂബ് എന്ന് പറയുന്നൊരു ഫാമിലിയാണല്ലോ. എൻ്റെ കൂടെയുള്ള വളരെ കുറച്ച് പേര് എൻ്റെ കൂടെയുള്ളൂ. പക്ഷെ എന്നാലും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ് കേട്ടോ നിങ്ങൾ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഐശ്വര്യം നിറഞ്ഞ ഒരു വിഷുക്കാലം ആശംസിക്കുകയാണ്. സദ്യ ആണല്ലോ വിഷുവിൻ്റെ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ. ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ രീതിക്ക് ഞങ്ങളൊരു സദ്യ ഒരുക്കി. എല്ലാം പെട്ടെന്ന് തീർന്നു കേട്ടോ. അതായത് പണികളൊക്കെ പെട്ടെന്ന് തീർന്നു. പിന്നെ പെട്ടെന്ന് തന്നെ സദ്യ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ഈ ഒരു വിഷു അങ്ങ് വൈൻഡപ്പ് ചെയ്തു. തന്നെത്താനെ ഉണ്ടാക്കി തന്നെത്താനെ കഴിക്കുന്നതുകൊണ്ടാണെന്നറിയില്ല, സത്യം പറയട്ടെ, മറ്റൊരാളുണ്ടാക്കി തന്നിട്ട്, മറ്റൊരാളെന്ന് പറഞ്ഞാൽ എന്താ പറയുക, അമ്മ അല്ലെങ്കിൽ ആ സ്ഥാനത്തുള്ള ആരെങ്കിലും ഒന്ന് ഉണ്ടാക്കി തന്നിട്ട് കഴിക്കാൻ കൊതി തോന്നുന്നുണ്ട്. മറ്റൊരിടത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കി തരുന്ന കഴിക്കാൻ കൊതി തോന്നുന്നുണ്ടെന്ന് പറയാം. പക്ഷെ അതിനിപ്പോൾ സാധിക്കില്ലല്ലോ. പിന്നെ ഓർമ്മകളിൽ എന്നും ഉണ്ട് ആ രുചി. അതുകൊണ്ട് അതിങ്ങനെ ഓർത്ത് തന്നെ നമ്മൾ ഈ തവണത്തെ വിഷു സദ്യ കഴിച്ചു. ഒരുപാട് സന്തോഷം, ഓർമ്മകളും ഒക്കെ നിറഞ്ഞ നല്ലൊരു വിഷുവായിരുന്നു ഇത്തവണത്തേത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ അതൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ സാധിച്ചു എന്ന് പറയാം. അങ്ങനെ ഈ വിഷുവും നമ്മുടെ മെമ്മറിയിലേക്ക് മാറുകയാണല്ലേ. ഓരോ നിമിഷവും ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യണം. കാരണം അത് നാളത്തേക്കുള്ള നല്ലൊരു മെമ്മറി ആവാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും.
എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.